ശ്രീ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത് സസ്പെൻഷൻ ഒരു നടപടിയൊന്നുമല്ല. ഒരു പാർട്ടിയുടെ കാര്യമാണ്, അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്നാലും ഒരു നടപടി എന്ന് പറയുമ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് നടപടിയെന്ന് സംബന്ധിച്ചിടത്തോളം. സസ്പെൻഷൻ താൽക്കാലികമായി അവർ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് മാത്രമാണ്. ഇത് സമൂഹത്തിൽ വലിയ അഭിപ്രായം ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയെങ്കിലും നടപടിയെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനോ MLA സ്ഥാനം രാജിവയ്പ്പിക്കാനോ ഉള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് അപൂർവങ്ങളായിട്ടുള്ള കേസാണ്. ആ സഹോദരിയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ നിന്നെ കൊല്ലാൻ വലിയ പാടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൊലക്കുറ്റം ആരോപണ കേസ് പ്രശ്നമാണതിൽ. മറ്റൊന്ന് നിയമവിരുദ്ധമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ തന്നെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപൂർവങ്ങളായിട്ടുള്ള കേസ്. ചില കേസുകൾ പിന്നെ കോടതി പറയുമല്ലോ ഇത് അപൂർവങ്ങളായിട്ടുള്ള കേസാണെന്ന്. അതേപോലത്തെ ഒരു കേസാണിത്. എനിക്കത്ര ക്ലിയർ അല്ല അത്. ഞാൻ അങ്ങേ കൊല്ലാൻ വലിയ പാടാണെന്ന് ചോദിച്ചാൽ അതൊരു കൊലക്കുറ്റത്തിൻ്റെ ഒരു ഉണ്ടല്ലോ, അതാണ് പറഞ്ഞത്. ഇത് കോൺഗ്രസിൻ്റെ സ്ത്രീകളോടുള്ള സമീപനത്തിന് ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രഖ്യാപനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ ആകെ മാറിയിരുന്നു ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയായിരുന്നു BJP പാർട്ടിയെയും CPIMനെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. BJPയെ ഭീഷണിപ്പെടുത്തിയെ സംബന്ധിച്ചിടത്തോളം കാര്യം BJP മറുപടി പറയും. പക്ഷേ CPMനെ ഭീഷണിപ്പെടുത്താനൊന്നും ശ്രീ VD സതീശൻ വരേണ്ട കാര്യമില്ല. ഞാൻ അത്രയും എടുത്തു പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബോംബ് അദ്ദേഹം ഇടുമെന്നല്ല പറഞ്ഞത്, 2 ബോംബ് പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇന്ദിരാഭവനും കൺട്രോൾമെൻറ്റ് ഹൗസും കേന്ദ്രീകരിച്ച് ചില വ്യാജ കേസുകൾ കെട്ടിച്ചമയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾക്കും അതിൻ്റെ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഓരോ നിമിഷവും VD സതീശനും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ വിവരവും ഞങ്ങളിൽ ഉണ്ടെന്നുള്ള വിവരം നല്ല ഓർമ്മ വേണം VD സതീശൻ. എന്ന് മാത്രമല്ല, ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് കഴിഞ്ഞ 40-40 വർഷക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. എല്ലാം ഞങ്ങൾക്കറിയാം. അദ്ദേഹം CPMനെതിരായി ബോംബിടുന്നില്ല പറഞ്ഞത്. ബോംബിടട്ടെ, ബോംബിടുമ്പോൾ അതിനെ ചെറുക്കാൻ പറ്റുമോ എന്നുള്ളവർ ഞങ്ങൾ നോക്കട്ടെ. ഇന്ന് പക്ഷേ കുറച്ച് മയത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ
ഈ ഇടുമെന്നൊക്കെ തന്നെ പറയുന്നവർ അത് താങ്ങില്ല, ഉറപ്പാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതായിരിക്കും നല്ലത്. വന്ന് നമ്മുടെ സഹോദരിമാർക്ക് പോലും പത്രസമ്മേളനത്തിൽ വന്നിരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്കെതിരെ ഒട്ടും പേടിയില്ല. ഇപ്പം ലാവ്ലിൻ കേസ് വന്നു, എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ ശ്രീ എ കെ ആൻ്റണി പറഞ്ഞു 100 വർഷത്തേക്ക് CPI അധികാരത്തിൽ വരില്ലെന്ന്. ഇന്നും എ കെ ആൻ്റണി ജീവിച്ചിരിക്കുകയാണ്, തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് വന്നു, എന്തൊക്കെ പ്രശ്നമുണ്ടായി? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ബിരിയാണി ചെമ്പ് വന്ന് നുണ പറഞ്ഞെങ്കിലും ഈ ഒരു തീരെ അബദ്ധം പറഞ്ഞ് ശരിയാണ്. ബിരിയാണി ചെമ്പിനകത്ത് വെച്ച് സ്വർണം കൊണ്ടുവന്നു. മട്ടനാണോ ചിക്കനാണോ എന്ന് പറഞ്ഞിട്ടില്ല, ബിരിയാണി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബെബ്കോ അഴിമതി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കോവിഡ് രോഗികളുടെ ഡാറ്റ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുന്നു, ഒരു നടപടി ഉണ്ടായില്ല. കഞ്ചിക്കോട് ബ്രൂവറി ആക്ഷേപം എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ആഴക്കടൽ മത്സ്യബന്ധനം യാനങ്ങൾ വാങ്ങിയത് സംബന്ധിച്ച ആരോപണം എന്തെങ്കിലും തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ലൈവ് മിഷൻ്റെ അഴിമതി, ആ ലൈവ് മിഷന് കുറച്ച് ദിവസം വർക്ക് രംഗത്തു നിന്ന് നിർത്തിവയ്പ്പിച്ചു. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ അനുവദിച്ചതിൽ അഴിമതി, സ്പ്രിംഗ്ലർ അഴിമതി, കിഫിയിൽ അഴിമതി എന്ന് മസാല ബോണ്ട്, AI ക്യാമറയുടെ കാര്യം ഇന്നിപ്പോൾ കോടതി തള്ളി. എല്ലാം ചീറ്റിപ്പോയ ആരോപണങ്ങളാണ്. UDFും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ചീറ്റിപ്പോയ ആരോപണങ്ങളാണ്. ആ ചീറ്റിപ്പോയ ആരോപണങ്ങളാൽ അങ്ങനെ ഒരു സമനില തെറ്റിയ നിലയിലാണ് UDFിൻ്റെ നേതാവെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ഒന്നും വേണ്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് BJPയുടെ വെല്ലുവിളിയും ഇങ്ങോട്ട് വേണ്ട. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് വെച്ചാൽ അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം അറിയില്ലല്ലോ, ഗ്രാസ് റൂട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുമില്ല. അദ്ദേഹം ഇന്ത്യയിലെ വലിയൊരു ബിസിനസ്സുകാരൻ. അദ്ദേഹം ഇവിടെ വന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായി. കാര്യങ്ങൾ മനസ്സിലാക്കാതെ അദ്ദേഹം എല്ലാം കയറി CPMനെയൊക്കെ വെല്ലുവിളിക്കാൻ പോയാൽ അദ്ദേഹത്തിൻ്റെ പഴയകാല ആൾക്കാരുടെ ചോദിക്കണ്ടേ ആരെയൊക്കെ വെല്ലുവിളിക്കാം, ആരെയൊക്കെ വെല്ലുവിളിക്കേണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ വിരട്ടൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ബലത്തിലൊന്നും വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട, CPMനോട് വേണ്ട. പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് ഞങ്ങളോട് ദേഷ്യപ്പെടുന്നതിന് അങ്ങാടി തോറ്റേന് അമ്മയുടെ നേർക്കും തുറഞ്ഞ പോലെ ഞങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ ഞങ്ങൾ ആരുടെയെങ്കിലും കലക്കാൻ വേണ്ടി പറഞ്ഞോ? ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ പ്രശ്നത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു. ആ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ എല്ലാത്തിനും ശരിയാക്കി കളയും എന്നെല്ലാം പറഞ്ഞാൽ ഇത് വെള്ളരിക്കപ്പെടണമാണോ? അപ്പം അതുകൊണ്ട് ശാന്തമായ കാര്യങ്ങൾ ആലോചിക്കുക. അങ്ങനെയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഭീഷണിപ്പെടുത്തിയാൽ കാര്യങ്ങൾ അവസാനിക്കാൻ വിശേഷമില്ല.